ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. കമന്റ് ബോക്സിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ദിവസം ആശംസിക്കുകയാണ്. ആദ്യം ആ സങ്കടപ്പെടുന്ന വാർത്തയിലേക്ക് തന്നെയാണ്. മഹാരാഷ്ട്രയിലെ ലോണാവാലയിലെ ബുഷി അണക്കെട്ടിൽ ഒഴുക്കിൽപ്പെട്ട 4 പേരുടെ മൃതദേഹം കണ്ടെത്തി. ഒരാൾക്കായി തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ ഉച്ചയോടെ ഡാം നിറഞ്ഞൊഴുകുന്നത് ആസ്വദിക്കാനെത്തിയ ഒരു കുടുംബത്തിലെ 5 പേർ കുത്തൊഴുക്കിൽപ്പെടുകയായിരുന്നു. ഒരു സ്ത്രീയും 4 കുട്ടികളുമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടമുണ്ടായ ലോണാവാലയിൽ 24 സംഘം എത്തിയിട്ടുണ്ട്. ലോണാവാലയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ചേരുകയാണ്. ശ്രീനാഥ്, അങ്ങേയറ്റം ഷോക്കിംഗ് ആയ ദൃശ്യങ്ങളാണ്. മനുഷ്യന്റെ നിസ്സഹായത എത്രത്തോളമാകാം എന്നതിൻ്റെ ഉദാഹരണം കൂടിയാകുന്നു ആ ദൃശ്യങ്ങൾ. ഒരാൾക്കായുള്ള തെരച്ചിൽ ഏതുവരെ എത്തി? ജീവനോടെ എടുക്കാൻ കഴിയും എന്ന പ്രതീക്ഷ വെക്കേണ്ടതുണ്ടോ ശ്രീനാഥ്? ആ സമയം ഇങ്ങനെ വൈകുകയാണ്. സ്വാഭാവികമായും അത്തരം പ്രതീക്ഷകളൊക്കെ അസ്തമിച്ച് തുടങ്ങുകയും ചെയ്തു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ദുരന്തമുണ്ടായ മേഖലയിൽ ഇന്ന് രാവിലെ 4 വയസ്സുകാരൻ അദ്നാൻ അൻസാരിയുടെ മൃതദേഹം കണ്ടെത്തിയ ഇടത്താണ്. ഈ മേഖലയിൽ വെച്ചാണ് രാവിലെ വെള്ളത്തിനടിയിൽ നിന്ന് സ്കൂബ ഡൈവിംഗ് ടീമിന് മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത്. ഇവിടെ ഇപ്പോൾ 2 സംഘങ്ങളാണ്. ഒന്ന് ശിവദുർഗ റെസ്ക്യൂ ടീം, അത് ഇവിടുത്തെ ഒരു പ്രാദേശികമായ ഒരു കൂട്ടായ്മയാണ്. ഇത്തരം അപകടങ്ങളിലൊക്കെ എത്തുന്ന യുവാക്കളുടെ ഒരു കൂട്ടായ്മ. അവർ തിരച്ചിൽ നടത്തുന്നു. അതിനപ്പുറത്തേക്ക് നേവിയുടെ ഒരു സ്കൂബ ഡൈവിംഗ് ടീം, 2 സംഘങ്ങൾ 2 വശത്തായി ഈ തെരച്ചിൽ നടത്തുന്നു. കരകളിലും കയറ് കെട്ടി അവരുടെ സുരക്ഷ കൂടി ഉറപ്പാക്കുന്നുണ്ട്. നടുക്ക് നേവിയുടെ ഒരു ബോട്ടിൽ അവരുടെ തിരച്ചിലും നടക്കുന്നുണ്ട്. ഏതായാലും ഈ തരത്തിലാണ് ഈ മേഖലയിൽ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടക്കുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം രാവിലെ ഈ മേഖലയിൽ നിന്നാണ് അദ്നാൻ അൻസാരിയുടെ മൃതദേഹം കിട്ടിയത്. ഇന്നലെ 3 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു. 36 വയസ്സുള്ള സ്ത്രീ, പിന്നീട് 2 കുട്ടികൾ. ഇന്നിപ്പോൾ 9 വയസ്സുള്ള മരിയ അൻസാരി എന്നൊരു കുട്ടിയെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഇവിടെ ഈ രക്ഷാദൗത്യത്തിൽ ഇന്നലെ മുതൽ തന്നെ സജീവമായി ഇടപെട്ടിട്ടുള്ള കുറേ ആളുകളുണ്ട്. ഈ രക്ഷാദൗത്യ സംഘത്തെ നിയന്ത്രിക്കുന്ന അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇവിടെ അല്പം ദുഷ്കരമാണ്, ആളുകളൊക്കെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഇവിടെ ഇതിനോട് ചേർന്നുകൊണ്ട്, ഈ ഡാമിനോട് ചേർന്നുകൊണ്ട് ഈ കരഭാഗത്ത് വലിയ ആഴമില്ലെങ്കിലും പെട്ടെന്നാണ് വലിയ കുഴികൾ ഉള്ളത് എന്നതാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഈ പ്രദേശത്ത് ജോലി ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. സുബഹ് കിतने बजे मिला एक बच्चे का? वो 10:30 बजे मिला. 10:30 बजे? हाँ, अच्छा, ये एरिया पे? यही एरिया में मिला. कल भी वही एरिया में मिले थे 3 बॉडीज और आज का चौथा है और एक अभी बाकी है. हाँ, 9 साल का एक 9 साल की बच्ची मिली सुबह. आपको लग रहा है ये जगह पे मिलने के चांस ज्यादा है? हाँ, यही जगह पे मिलने का चांस है क्योंकि बाहर से पानी जो है ना उसका हवा से दबा रहे ना इधर, तो यही जगह पे मिलने का चांसेस है. एस्केप होने के कुछ चांस नहीं है अभी? नहीं नहीं, कोई चांस नहीं. अच्छा, आप कितने लोग अभी रेस्क्यू ऑपरेशन पे हैं? अभी 30 लोग हैं हम लोग. 30 लोग? हाँ, और नेवी भी है? नेवी का टीम है, लोनावाला म्युनिसिपल काउंसिल का टीम है, हाँ। वन्यजीव मावल का टीम है. ऐसा टीम काम कर रहा है यहाँ पे. हर साल ऐसा कुछ होता है कि इधर? नहीं नहीं, इस साल ही हुआ है. अभी बहुत सालों से बंद था ये सब, एकदम 0 एक्सीडेंट हुआ था लास्ट ईयर. एक ही आदमी, वो भी सीजन के बाद में गया था. पहले बहुत होते थे, 4 महीने में 30-30 लोग जाते थे ये डैम में, लेकिन बाद में सब ये बंद करने के बाद में बंद हो गया. अभी वापस ये मतलब बहुत सालों के बाद में इतना बड़ा आजू बाजू में सूचना बोर्ड वगैरह कुछ नहीं है. सब जगह है, सूचना है लेकिन लोग सुनते नहीं है, ऐसे आगे आ जाते हैं. ഇതൊരു വലിയ പ്രദേശമാണ്. ഈ ഡാമിനോട് ചേർന്നുള്ള ഈ വെള്ളമുള്ള വൃഷ്ടി പ്രദേശം, അങ്ങനെ ഒരു വലിയ മേഖലയുണ്ട്. ആളുകൾ ഏതൊക്കെ മേഖലയിലേക്കാണ് പോകുന്നതെന്ന് പറയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലുണ്ട്. കാരണം ഈ പ്രദേശത്ത് മതിയായ സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ലേ? നമുക്കിപ്പോൾ ആ പാറക്കെട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണുമ്പോൾ അപകട മേഖലയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാവുന്നതല്ലേ? അപ്പോൾ അങ്ങോട്ടേക്ക് പോകരുത് എന്ന് പറയാനുള്ള മുന്നറിയിപ്പ് ബോർഡുകളോ സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഇല്ലേ ശ്രീനാഥ്? ഒഴുകി വന്നപ്പോൾ ഈ പാറക്കീഴ്, അപ്പോൾ ഈ വെള്ളം ഒഴുകുന്ന വഴിയിൽ ഒരു പാറയ്ക്കകത്ത് ഈ കുടുംബം പെട്ടുപോവുകയായിരുന്നു. പിന്നീട് അവർ രക്ഷപ്പെടാൻ നടത്തുന്ന ശ്രമങ്ങളും വാവിട്ട് കരയുന്നതുമൊക്കെ നമ്മൾ ദൃശ്യങ്ങളായി കണ്ടതാണ്. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാതെ വടിക്കമ്പുകളും മറ്റുമൊക്കെ ഇട്ടുകൊടുത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും പക്ഷെ അതൊന്നും ഫലവത്താവാത്ത കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. അതിദാരുണമായി കുട്ടികളൊക്കെ തന്നെ വെള്ളത്തിൽ ഒഴുകി പോകുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ ആളുകൾക്ക് കഴിഞ്ഞുള്ളൂ. അതിൽ ഇന്നലെ 2 കുട്ടികളുടെ മൃതദേഹം കണ്ടെത്തി. ഇന്നിപ്പോൾ ഒരു കുട്ടിയുടെ 4 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയുടെ മൃതദേഹം കൂടി കണ്ടെത്തി. ഇനിയിപ്പോൾ 9 വയസ്സുള്ള മരിയയുടെ മൃതദേഹം കൂടി കണ്ടെത്തേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ജീവനോടെ കണ്ടെത്താനുള്ള സാധ്യത വളരെ കുറവാണ് എന്നതാണ് ഈ രക്ഷാദൗത്യ സംഘം പറയുന്നത്. അല്ല സീത, ഞാൻ ചോദിച്ചത് ഈ അവിടെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അത് അപകടം പിടിച്ച മേഖലയാണെന്ന് മനസ്സിലാവും. അപ്പോൾ അത് അപകട മേഖലയാണ് എന്ന് പറയുന്ന മുന്നറിയിപ്പ് ബോർഡുകളോ അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങളോ ഒന്നും ഇല്ലാത്ത ഏരിയയാണോ അത് ശ്രീനാഥ്?
കാര്യമായ സുരക്ഷാ ബോർഡുകളൊന്നും തന്നെ ഞാൻ ഈ വരുന്ന വഴിയിൽ എവിടെയും കണ്ടതില്ല. ആകെയുള്ളത് ഈ ബുഷി ഡാമിലേക്ക് വരേണ്ട വഴി എങ്ങനെ എന്നതും സമീപത്തുള്ള റിസോർട്ടുകളിലേക്കും ഹോട്ടലുകളിലേക്കും ഒക്കെ പോകേണ്ട വഴികൾ എങ്ങനെ എന്നുള്ള സൂചന ബോർഡുകൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബോർഡുകളോ ഒന്നും തന്നെ ഇവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞില്ല. മാത്രമല്ല ഒരു വലിയ ഒരു മേഖലയുണ്ട് ഈ പ്രദേശമാകെ. അതുകൊണ്ട് എല്ലായിടത്തും ആ ദൃശ്യങ്ങളിലേക്ക് കൂടി ഒന്ന് നോക്കാം. ഈ സ്കൂബ ഡൈവിംഗ് ടീമും മറ്റും വെള്ളത്തിനടിയിൽ കാര്യമായി ഈ മേഖലയിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. അവർക്ക് കൂടുതൽ സംശയം ഇവിടെ ഉണ്ട് എന്നുള്ളൊരു സംശയത്തിൻ്റെ പുറത്താണ് അവിടെ ഈ തെരച്ചിൽ നടത്തുന്നത്. ഏതായാലും ഒരു വലിയ പ്രദേശമാണ്. ഇവിടെ ഒന്നാകെ നിരീക്ഷിക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷ ഒരുക്കാനൊക്കെ പ്രായോഗികമായ കൂടി ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാൽ പോലും കൃത്യമായി ആളുകൾ ഈ പ്രദേശത്തേക്ക് വന്നു തുടങ്ങുമ്പോൾ തന്നെ ഇവിടെയുള്ള അപകട സാധ്യതകൾ നേരത്തെ മുൻകൂട്ടി പറയേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ സംസാരിച്ച വ്യക്തി കൂടി പറഞ്ഞതാണ്, വർഷങ്ങൾക്ക് മുമ്പ് നിരവധി ആളുകൾ മരിച്ചുകൊണ്ടിരുന്ന ഒരു പ്രദേശം കൂടിയാണ്. അത്തരമൊരു പ്രദേശത്ത് ഇത്തരമൊരു അപകടം ആവർത്തിച്ചെങ്കിൽ അത് മുൻപുണ്ടായ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാത്തത് കൊണ്ട് കൂടിയാണ്. അതുകൊണ്ട് അത്തരം അപകടങ്ങൾ ആവർത്തിക്കുമ്പോൾ അതിന് പിന്നിലുണ്ടാവേണ്ട ജാഗ്രത, പിന്നീട് ഉണ്ടാവേണ്ട ജാഗ്രത ഇവിടെ ഉണ്ടായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇന്നലെ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോഴും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയത്. കുറച്ച് സമയമെങ്കിലും അവർ ആ പാറയിന്മേൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് പോലും ആർക്കും എത്തി എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞില്ല. മരണത്തെ അവർ നേരിട്ട് മുഖാമുഖം കണ്ട് മരണത്തിലേക്ക് വഴുതി പോകുന്ന കാഴ്ചയാണ് ഇന്നലെ കാണാൻ വേണ്ടി കഴിഞ്ഞത്. അത്തരം ദൃശ്യങ്ങളാണ് നമ്മൾ ഇന്നലെ മുതൽ കാണുന്നതും. ഹഷ്മി, ശ്രീനാഥ്, അവരവിടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് വെള്ളം കുത്തിയൊഴുകി എത്തുമായിരുന്നോ, അതോ ഇറങ്ങുമ്പോൾ തന്നെ അത്രയും വെള്ളം അവിടെ ഉണ്ടായിരുന്നു? എന്താണ് ഇവർ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത് ശ്രീനാഥ്? പൂനെയിൽ നിന്ന് എത്തിയ ഏതാണ്ട് 17-18 പേരടങ്ങുന്ന ഒരു സംഘമാണ് ഇന്നലെ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് എത്തുന്നത്. ഈ സമീപകാലത്താണ് ഇത് വലിയ തോതിൽ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറുന്നത്. വലിയ മരത്തിൻ്റെയൊക്കെ വലിയ കാഴ്ചകൾ, വനത്തിൻ്റെ കാഴ്ചകൾ, കോടമഞ്ഞ്, ഒപ്പം തന്നെ ഡാമിലെ വെള്ളം, ഡാമിന് മുകളിലൂടെ പലപ്പോഴും ഓവർഫ്ലോ ആയി വെള്ളം വരുമ്പോൾ ആ ഭാഗത്തും ആളുകൾ എത്തി. അവിടെ പടിപടിയായി ഉള്ള കൺസ്ട്രക്ഷൻ ഉണ്ട്. ആ ഭാഗത്തൊക്കെ ആളുകൾ ഇരുന്ന് അത് ആസ്വദിക്കുന്ന കാഴ്ചകളൊക്കെയാണ് സാധാരണ ഉണ്ടായത്. അത്തരമൊരു ആസ്വാദനത്തിനായി എത്തിയതായിരിക്കാം ഈ 17-18 പേരടങ്ങുന്ന കുടുംബം. അവരാണ് പിന്നീട് ഈ വൃഷ്ടിപ്രദേശത്തേക്ക്, ഡാമിൻ്റെ വൃഷ്ടിപ്രദേശത്തേക്ക് നീങ്ങുകയും അവിടെ വെള്ളം ഒഴുകി വരുന്നത്, വെള്ളച്ചാട്ടങ്ങളിലൊക്കെ തന്നെ നിരവധി ആളുകൾ ഈ വരുന്ന വഴിയിലും ഞാൻ കണ്ടതാണ്. അത്തരമൊരു സ്ഥലത്ത് അത് ആസ്വദിക്കാനായി വെള്ളത്തിൽ ഇറങ്ങി നിന്നതാവാനാണ് സാധ്യത. പിന്നീട് മലവെള്ളം വലിയ തോതിൽ കുത്തിയൊലിച്ച് എത്തി എന്നതാണ് ദൃക്സാക്ഷികളും ഇവിടെയുള്ള ആളുകളും പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ 4 വശത്തു കൂടിയും വെള്ളം ഇങ്ങനെ കുത്തിയൊലിച്ചെത്തിയപ്പോൾ പെട്ടെന്ന് കുഞ്ഞുങ്ങളടക്കമുണ്ട്. അതുകൊണ്ട് അങ്ങനെ മുതിർന്നവർക്ക് പെട്ടെന്ന് ഓടിച്ചാടി മറികടന്ന് വെള്ളത്തെ മറികടന്ന് പോവുക എളുപ്പമല്ല, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ എടുത്ത് ഓടുകയൊന്നും എളുപ്പമല്ല. ആ ഒരു സാഹചര്യത്തിൽ എല്ലാവരും കൂടി അതിൽ പെട്ടുപോകുകയായിരുന്നു. ഏതാണ്ട് 8-9 പേർ ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നു. അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയാതെ വെള്ളത്തിലേക്ക് വഴുതി വീഴുകയും പിന്നീട് അതിൽ കുറച്ച് പേർക്ക് പെട്ടെന്ന് തന്നെ നീന്തി രക്ഷപ്പെടാൻ അല്ലെങ്കിൽ കരയിലേക്ക് ഒരു പിടിവള്ളി കിട്ടുകയും ഒക്കെ തന്നെ ചെയ്തു. പക്ഷേ 5 പേർ വെള്ളത്തിലേക്ക് ആഴങ്ങളിലേക്ക് ആണ്ടുപോയി. അതിൽ 3 പേരുടെ മൃതദേഹം ഏതാണ്ട് ഈ അപകടം നടന്ന് ഇവിടെ നിന്ന് കുറച്ചുകൂടി മുകളിലേക്കാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ആ മേഖലയിൽ നിന്ന് ഏതാണ്ട് 1/2 കിലോമീറ്ററോളം താഴെയാണ് ഇപ്പോൾ രക്ഷാദൗത്യ സംഘം ഈ തെരച്ചിൽ നടത്തുന്നത്. ഇതിൽ ഒഴിവാക്കേണ്ടതാണ്. പൊടിക്കുഞ്ഞിനെയൊക്കെ എടുത്ത് അത്തരം സാഹസിക യാത്രകൾക്ക് പോരുത്. ഇവിടെ നൗഷാദ് പുന്നതല പറയുകയാണ്, മഴ കൂടുതലുള്ള സമയത്ത് ഇത്തരം വിനോദ കേന്ദ്രങ്ങളിലേക്ക് യാത്ര പോകരുന്ന പാഠമാണ് നാം ഈ ദുരന്തത്തിൽ നിന്ന് പഠിക്കേണ്ടത്. മനുഷ്യർക്ക് നോക്കി നിൽക്കാനേ കഴിയൂ. ലില്ലി ചോളിൽ പറഞ്ഞ് വെള്ളം കുത്തി ഒഴുകുമ്പോഴും അവിടേക്ക് ഇറങ്ങുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ദുരന്തങ്ങൾ സ്വയം വിളിച്ച് വരുത്തുകയല്ലേ. വല്ലാത്ത കാഴ്ചയാണ്. അപ്പോൾ അത് പാഠവും ജാഗ്രതയും മുന്നറിയിപ്പും ഒക്കെയാണ് കേട്ടോ. ആ ദൃശ്യങ്ങൾ സങ്കടകരമാണെങ്കിലും. CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ സെക്രട്ടറിയും അംഗങ്ങളും തമ്മിൽ വാഗ്വാദം. ന്യൂനപക്ഷത്തോടുള്ള പാർട്ടിയുടെ സമീപനത്തെ ചൊല്ലിയായിരുന്നു തർക്കം. തലസ്ഥാനത്തെ ഒരു മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ സ്വാധീനമുണ്ടെന്ന് ആരോപിച്ച് ജില്ലാ കമ്മിറ്റി അംഗം കരമന ഹരിയോട് സംസ്ഥാന നേതൃത്വം വിശദീകരണം തേടി. മന്ത്രി PM മുഹമ്മദ് റിയാസ്, മേയർ ആര്യ രാജേന്ദ്രൻ എന്നിവർക്കെതിരെയും ജില്ലാ കമ്മിറ്റിയിൽ അതിരൂക്ഷ വിമർശനങ്ങൾ ഉയർന്നു. പാർട്ടിയുടെ ന്യൂനപക്ഷ സമീപനം കമ്മ്യൂണിസ്റ്റ് ശൈലിയിലല്ലെന്ന വിമർശനത്തിന് ജില്ലാ സെക്രട്ടറി മറുപടി പറയുമ്പോഴായിരുന്നു വാഗ്വാദം. കമ്മ്യൂണിസ്റ്റ് ശൈലിക്ക് നിരക്കാത്തതെന്ന വിമർശനത്തെ പ്രീണനമെന്ന് തെറ്റിദ്ധരിച്ച് സെക്രട്ടറി മറുപടി പറഞ്ഞതിനെ അംഗങ്ങൾ ചോദ്യം ചെയ്തു. മറുപടി തിരുത്തണമെന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടതോടെ തർക്കമായി. അംഗങ്ങൾ ഉന്നയിച്ചത് എന്താണെന്ന് ഉറപ്പാക്കാൻ മിനിറ്റ്സ് പരിശോധിക്കണമെന്ന് ആവശ്യമുയർന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് ഇടപെടണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു. വിമർശനം ശരിയായല്ല മനസ്സിലാക്കിയതെന്നും ജില്ലാ സെക്രട്ടറി തിരുത്തണമെന്നും M സ്വരാജ് നിർദ്ദേശിച്ചു. തിരുത്തിയ മറുപടിക്ക് ശേഷമാണ് രംഗം ശാന്തമായത്. മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചതിനാണ് ജില്ലാ കമ്മിറ്റി അംഗം കരമന ഹരിയോട് വിശദീകരണം ആവശ്യപ്പെട്ടത്. തലസ്ഥാനത്തെ ഒരു മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ സ്വാധീനമുണ്ടെന്നും ആ മുതലാളിയാണ് എല്ലാം നിയന്ത്രിക്കുന്നതെന്നുമായിരുന്നു കരമന ഹരിയുടെ ആരോപണം. മുതലാളിയുടെ പേര് പറയണമെന്ന് മേൽ കമ്മിറ്റി പ്രതിനിധി M സ്വരാജ് ശഠിച്ചു. എന്നാൽ പേര് പറഞ്ഞില്ല. ഇതേ തുടർന്നാണ് താക്കീത് ചെയ്ത ശേഷം വിശദീകരണം ആവശ്യപ്പെട്ടത്. മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ മേയറുടെ പെരുമാറ്റം അഹങ്കാരം നിറഞ്ഞതെന്നായിരുന്നു ചില അംഗങ്ങളുടെ കുറ്റപ്പെടുത്തൽ.
KSRTC മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ സച്ചിൻ ദേവിന്റെ പ്രകോപനം ജനങ്ങൾ കാണുമായിരുന്നുവെന്നും രണ്ടുപേരും പക്വത കാണിച്ചില്ലെന്നും മുതിർന്ന നേതാക്കൾ അഭിപ്രായപ്പെട്ടു. കടകംപള്ളിയുമായുള്ള തർക്കത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ജില്ലയിലെ പാർട്ടിയുടെ നേതാവിനെയും ജനപ്രതിനിധിയെയും കരിനിഴലിൽ നിർത്തിയെന്നും വിമർശനമുണ്ടായി. 24 തിരുവനന്തപുരം. അതേസമയം പാർട്ടിക്കെതിരായ CPIയുടെ പരസ്യ വിമർശനത്തിൽ CPMന് കടുത്ത അതൃപ്തി. CPIM നേതാക്കളെ സ്വർണ്ണക്കടത്തുകാരായും സ്വർണം പൊട്ടിക്കലുകാരുമായും ചിത്രീകരിക്കുന്ന പ്രസ്താവനയെന്നാണ് CPM നേതാക്കളുടെ നിലപാട്. CPIയുടെ നിലപാടിനെ പരസ്യമായി തള്ളിപ്പറയണം എന്ന ആലോചനയും CPIM നേതൃത്വത്തിലുണ്ട്. കണ്ണൂരിൽ നിന്നുള്ള സ്വർണം പൊട്ടിക്കലിന്റെയും അധോലോക അഴിഞ്ഞാട്ടത്തിന്റെയും കഥകൾ ചെങ്കോടിക്ക് അപമാനമാണെന്നായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറിയുടെ പരസ്യ വിമർശനം. പൊതുസമൂഹത്തിനു മുന്നിൽ ഇത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. എന്നാൽ CPIയുടെ തുറന്ന വിമർശനം CPIMന് അത്ര ദഹിച്ചിട്ടില്ല. CPIയുടെ പ്രസ്താവനയുടെ ഉള്ളടക്കത്തിൽ പ്രശ്നമുണ്ടെന്നാണ് CPIM നേതാക്കൾ പറയുന്നത്. CPIMന്റെ നേതാക്കൾ സ്വർണം പൊട്ടിക്കലിനെയും സ്വർണ്ണക്കടത്തിനെയും ന്യായീകരിക്കുന്നു എന്ന ധ്വനി CPIയുടെ പ്രസ്താവനയിലുണ്ടെന്നാണ് CPIM നേതാക്കളുടെ നിലപാട്. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ തിരുത്തൽ നടപടിയിലേക്ക് പോകാൻ തീരുമാനിച്ചതിനിടയിൽ പ്രധാന ഘടകകക്ഷിയിൽ നിന്ന് ഇത്രയും വലിയ വിമർശനം CPIM പ്രതീക്ഷിച്ചതുമില്ല. വിമർശനങ്ങളുടെ ഉള്ളടക്കത്തെ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും പ്രസ്താവനയിലൂടെ CPI പറഞ്ഞതിനെ CPIM അംഗീകരിക്കുന്നില്ല. CPIയുടെ പ്രസ്താവന പരസ്യമായി തള്ളിപ്പറയണമെന്ന അഭിപ്രായം പാർട്ടിക്കുള്ളിൽ സജീവമാണ്. തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്കിടെ പ്രധാന ഘടകകക്ഷിക്കെതിരെ വിമർശനമുയർത്തിയാൽ അത് പ്രതിപക്ഷമായുധമാക്കുമോ എന്ന ആശങ്കയിലാണ് നേതൃത്വമുള്ളത്. LDF യോഗത്തിൽ സമാനമായ വിമർശനം CPI ഉയർത്തിയാൽ അതിന് മറുപടി പറഞ്ഞു പോകാമെന്ന ആലോചനയും CPIM നേതൃത്വത്തിനുണ്ട്. 24 തിരുവനന്തപുരം. അപ്പോൾ അങ്ങനെ വിമർശനങ്ങൾ, സ്വയം വിമർശനങ്ങളുടെ കാലമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ CPMലും CPIയിലും. രവികുമാർ PV പറയുന്നു, ആഷ്മി, അവിടെ വിനോദസഞ്ചാരികൾക്ക് ഇതുപോലുള്ള അവസരത്തിൽ നിർദ്ദേശം നൽകാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു അപകടം ഒഴിവാക്കാമായിരുന്നു. ചേട്ടാ, അങ്ങനെ ഒരു നിർദ്ദേശത്തിൻ്റെയോ അങ്ങനെ ഏതെങ്കിലും ഒരു ബോർഡ് പോലും അവിടെ നിന്ന് കാണാനില്ല എന്നാണ് നമ്മുടെ ലോണാവാലയിൽ അവിടെ എത്തി നമ്മുടെ ശ്രീനാഥ് ചന്ദ്രൻ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. കഷ്ടമാണ്. നീറ്റിൽ ചർച്ച വേണമെന്ന് പ്രതിപക്ഷം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റ് ഇരുസഭകളിലും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നൽകിയില്ല. നന്ദിപ്രമേയ ചർച്ചയ്ക്ക് ശേഷം നീറ്റ് വിഷയത്തിൽ ചർച്ചയാകാം എന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി സംസാരിക്കുന്നതിനിടെ മൈക്ക് ഓഫ് ചെയ്തുവെന്ന പ്രതിപക്ഷ ആരോപണം സ്പീക്കർ ഓം ബിർള തള്ളി. പാർലമെന്റിൽ ഇരുസഭകളും ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ചർച്ചയാവശ്യപ്പെട്ടു. പിന്നാലെ പ്രതിഷേധം. വിദ്യാർത്ഥികൾക്കൊപ്പമാണെന്ന സന്ദേശമാണ് പാർലമെന്റ് നൽകേണ്ടതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. हम चाहते थे कि नीट पे एक दिन का डिस्कशन हो. काफ़ी ज़रूरी मामला है. 2 करोड़ युवाओं को नुकसान हुआ है. 70 बार पिछले 7 साल में पेपर लीक हुए हैं. तो हम चाहते थे कि एक दिन चर्चा इस पे हो. तो अगर आप मौका दे सकें. നന്ദിപ്രമേയ ചർച്ചയ്ക്ക് ശേഷം നീറ്റ് വിഷയം പരിഗണിക്കാമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ മറുപടി. रूल्स और प्रोसीजर्स के अतिरिक्त कुछ हेल्दी ट्रेडिशंस हैं संसद की, जिसके आधार पर कार्रवाई चलती है. और मानता हूं कि ये हेल्दी ट्रेडिशंस हमारे संसद की एक सबसे बड़ी ताकत है. जब कभी भी राष्ट्रपति जी के अभिभाषण पर चर्चा होती है तो आज तक कभी ऐसा नहीं हुआ है, क्योंकि अपने लंबे संसदीय जीवन में जो मैंने देखा है उस आधार पर मैं कह सकता हूं कि अन्य किसी विषय पर उस समय चर्चा हुई हो. സ്പീക്കർ ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകാതെ വന്നതോടെ പ്രതിപക്ഷം മുദ്രാവാക്യമുയർത്തി പ്രതിഷേധിച്ചു. രാഹുൽ ഗാന്ധി സംസാരിക്കവേ മൈക്ക് ഓഫ് ചെയ്തുവെന്ന പ്രതിപക്ഷ ആരോപണത്തിൽ സ്വിച്ച് തന്റെ കയ്യിലല്ലെന്ന് ഓം ബിർള മറുപടി നൽകി. അതിനിടെ സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം 1563 വിദ്യാർത്ഥികൾക്കായി നടത്തിയ പുനഃപരീക്ഷയുടെ ഫലം പുറത്തുവന്നു. 813 വിദ്യാർത്ഥികളാണ് പുനഃപരീക്ഷ എഴുതിയത്. 24 ഡൽഹി. സംസ്ഥാനത്ത് പനി പടരുന്നു. സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം പടരുകയാണ്. 6 മാസത്തിനിടെ 27 പേരാണ് മഞ്ഞപ്പിത്തം ബാധിച്ചു മരിച്ചത്. പ്രതിദിന പനിബാധിതരുടെ എണ്ണവും കുത്തനെ കൂടുകയാണ്. ജൂൺ മാസത്തിൽ മാത്രം 5 പേരാണ് സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചത്. രോഗം പിടിപെടുന്നതിൽ ഏറെയും യുവാക്കൾ. ഈ മാസം മാത്രം മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത് 690 പേർക്ക്. വടക്കൻ കേരളത്തിലാണ് സ്ഥിതി രൂക്ഷം. കേസുകൾ വർദ്ധിച്ചതോടെ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പനിബാധിതരുടെ എണ്ണവും സംസ്ഥാനത്ത് ഉയരുകയാണ്. പ്രതിദിന പനിബാധിതരുടെ എണ്ണം 10,000 കടന്നു. ഡെങ്കിപ്പനി, എലിപ്പനി കേസുകളും കൂടുന്നു. രോഗവ്യാപനം തടയാൻ സർക്കാർ പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്ന്
ആരോഗ്യമന്ത്രി പറഞ്ഞു. ആശുപത്രി സന്ദർശകർ നിർബന്ധമായി മാസ്ക് ധരിക്കണമെന്നും രോഗികളല്ലാത്തവർ പരമാവധി ആശുപത്രി സന്ദർശനം ഒഴിവാക്കണമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. താഴെത്തട്ടിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അജീഷ് ജയകുമാർ, 24, തിരുവനന്തപുരം. പോലീസ് സേനയിലെ ആത്മഹത്യാ പ്രവണത നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം. പോലീസുകാരുടേത് നരക ജീവിതം എന്ന് പറയുകയാണ് പ്രതിപക്ഷം. ആത്മഹത്യ കൂടാൻ ജോലിഭാരം മാത്രമല്ല കാരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശദീകരിച്ചു. സർക്കാർ വിഷയം ലഘൂകരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. അമിത ജോലിഭാരം, മാനസിക സമ്മർദ്ദം, രാഷ്ട്രീയ ഇടപെടലുകൾ എന്നിവയൊക്കെ പോലീസുകാരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നുവെന്ന് പ്രതിപക്ഷം. പോലീസ് ഉദ്യോഗസ്ഥൻ ജോബി ദാസിന്റെ ആത്മഹത്യാക്കുറിപ്പ് വായിച്ചാണ് PC വിശ്വനാഥ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത്. അപ്പവും അമലും വിഷമിക്കരുത്, നന്നായി പഠിക്കുക, പോലീസിലല്ലാതെ ഏതെങ്കിലും ജോലി നേടിയെടുക്കുക, അമ്മയെ നോക്കുക. ആത്മഹത്യ ചെയ്ത ജോബി ദാസിന്റെ ആത്മഹത്യാക്കുറിപ്പിലെ വാക്കുകളാണ്. സാർ, ഇതിനേക്കാൾ വലിയൊരു റിപ്പോർട്ട് സർക്കാരിന് ആവശ്യമുണ്ടോ സാർ? പോലീസുകാർക്ക് മാനസിക സമ്മർദ്ദവും ജോലിഭാരവും ഉണ്ടെന്ന് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയും സമ്മതിക്കുന്നു. പോലീസ് സ്റ്റേഷനുകളിൽ ബാഹ്യ ഇടപെടലുകൾ ഇല്ലെന്നും വിശദീകരണം. ഇവിടെ ഈ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ പോലീസിനെ വല്ലാതെ മനോവീര്യം തകർന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ്. ആ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിച്ചു പോകാൻ പറ്റുമെന്നത് ഗവൺമെൻറ് കാര്യമായി നോക്കുന്നതാണ്. മാനസിക സംഘർഷം കുറയ്ക്കാൻ യോഗ സഹായിക്കുമെന്നും മുഖ്യമന്ത്രി. 24 മണിക്കൂറും ജോലി ചെയ്യുന്ന പോലീസുകാർക്ക് യോഗ ചെയ്യാൻ എവിടെ സമയമെന്നായിരുന്നു PC വിശ്വനാഥിന്റെ ചോദ്യം. പോലീസിലെ രാഷ്ട്രീയ ഇടപെടലാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. അങ്ങ് എത്ര ഭംഗിയായിട്ടാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ നടത്തിയത്. ബാഹ്യമായ ഇടപെടൽ കേരള പോലീസിലില്ലാന്ന് അങ്ങേക്ക് നെഞ്ച് കൈവച്ച് പറയാൻ പറ്റുമോ? ബാഹ്യമായ ഇടപെടലുകൾ കേരളത്തിലെ പോലീസിലില്ലെന്ന്. SP നിയന്ത്രിക്കുന്നത് ആരാ? നിങ്ങളെ ജില്ലാ കമ്മിറ്റികളല്ലേ? നിങ്ങളുടെ SHOമാരെ നിയന്ത്രിക്കുന്നത് ആരാ? ഏരിയ കമ്മിറ്റികളല്ലേ? അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. 24, തിരുവനന്തപുരം. എന്തായാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ കാര്യമല്ല, താഴെത്തട്ടി നിൽക്കുന്ന പാവം പിടിച്ച പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ വലിയ ആത്മസംഘർഷത്തിലും മാനസിക വേദനയിലും അമിത ജോലിഭാരത്തിലൊക്കെയാണെന്നുള്ള ആരോപണങ്ങൾ ഒരുപാട് വന്നതാണ്. പഠനങ്ങളടക്കം അവരുടെ ആത്മഹത്യ, അവർക്കിടയിലുള്ള ആത്മഹത്യാ പഠനങ്ങളടക്കം വന്നതാണ്. അത് സഭയിൽ വെക്കുകയായിരുന്നു പ്രതിപക്ഷം. വെക്കേണ്ടതാണ്, നല്ല കാര്യം. സംസ്ഥാനത്ത് 3 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നുള്ളതാണ് കാലാവസ്ഥാ പ്രവചനം. ഏറ്റവും ഒടുവിൽ വരുന്ന അലർട്ട്. ഇന്ന് വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ യെല്ലോ മുന്നറിയിപ്പുമാണ്. അപ്പോൾ മഴ തുടരും, കുടയെടുക്കാൻ മറക്കണ്ട. പിന്നെ പുറത്തിറങ്ങും. ഒരു പ്രേക്ഷകൻ നമ്മുടെ കമന്റ് ബോക്സിൽ പറഞ്ഞത് പുറത്തിറങ്ങുമ്പോൾ ചായയോ കാപ്പിയോ മാത്രം കുടിക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ വെള്ളത്തിൽ കൂടി പടരുന്ന മഞ്ഞപ്പിത്തം അടക്കമുള്ള ഒരുപാട് പകർച്ചവ്യാധി ഭീഷണിയിലാണ്. അപ്പോൾ കനത്ത ജാഗ്രതയിൽ സ്വന്തം ജീവിതം നോക്കുക എന്നേ പ്രേക്ഷകരോട് പറയാനുള്ളൂ. ട്രഷറി തട്ടിപ്പുകളിൽ ശക്തമായ നടപടി സ്വീകരിച്ചെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. നഷ്ടപ്പെട്ട മുഴുവൻ തുകയും നിക്ഷേപകർക്ക് തിരികെ നൽകിയെന്നും ധനമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ചോദ്യോത്തരവേളയിലാണ് സംസ്ഥാനത്തെ ട്രഷറി തട്ടിപ്പുകളെക്കുറിച്ച് ധനമന്ത്രി മറുപടി പറഞ്ഞത്. കഴക്കൂട്ടം സബ് ട്രഷറിയിൽ ഉൾപ്പെടെ തട്ടിപ്പ് നടന്നതിന്റെ പശ്ചാത്തലത്തിലാണ് സഭയിൽ വിഷയം ഉന്നയിക്കപ്പെട്ടത്. തട്ടിപ്പ് ആവർത്തിക്കാതിരിക്കാൻ പണം പിൻവലിക്കുമ്പോൾ അക്കൗണ്ട് ഉടമയ്ക്ക് മെസ്സേജ് ലഭിക്കുന്ന സംവിധാനം നടപ്പാക്കിയെന്ന മന്ത്രി. ട്രഷറി സോഫ്റ്റ്വെയറിലും ട്രഷറി ഇടപാട് നടപടിക്രമങ്ങളിലും കാതലായ മാറ്റം ഇതിനോടകം വരുത്തിയിട്ടുണ്ട്. സർ, ട്രഷറിയിൽ നിന്ന് പണം പിൻവലിക്കുമ്പോൾ പ്രസ്തുത വിവരം SMS മുഖേന അക്കൗണ്ട് ഉടമയുടെ KYCയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് അറിയിക്കുന്ന സംവിധാനം ഇപ്പോൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ചെക്ക് ബുക്ക് വിതരണം ചെയ്യുമ്പോഴും മേൽപ്രകാരം അക്കൗണ്ട് ഉടമയ്ക്ക് SMS മുഖേന വിവരം നൽകുന്നതിനുള്ള സംവിധാനത്തിന്റെ ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രഷറികളിൽ ചുരുക്കം ചില തട്ടിപ്പുകൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. നഷ്ടപ്പെട്ട തുക നിക്ഷേപകർക്ക് തിരിച്ചു നൽകി. റിക്കവറി നടപടികൾ വേഗത്തിലാക്കുമെന്നും മന്ത്രി. നമ്മുടെ ഈ ഇടപാടുകാരുടെ കാര്യം പറയാം. ഇതുവരെയുള്ള കേസുകളിൽ മുഴുവൻ ഏറ്റവും ഒടുവിൽ ഒരു മാസം പോകുന്ന കേസ് വെച്ച് ബാക്കി എല്ലാത്തിനകത്തും നഷ്ടപ്പെട്ട മുഴുവൻ തുകയും ഇടപാടുകാർക്ക് നൽകിയിട്ടുണ്ട് സാർ. നേരത്തെ ചോദിച്ച ചോദ്യം മുഴുവൻ നൽകിയിട്ടുണ്ട്. അതിനകത്ത് നൽകുമെന്നല്ല, നൽകിയിട്ടുണ്ട് സാർ. അതിനകത്ത് യാതൊരു സംശയമില്ല. തട്ടിപ്പുകൾ തടയാൻ സ്ഥിരമായി ഒരു ട്രഷറിയിൽ മാത്രം ജോലി ചെയ്യുന്നവരെ മാറ്റും. തുടർച്ചയായി 6 മാസം ഇടപാടുകൾ നടക്കാത്ത അക്കൗണ്ടുകൾ മരവിപ്പിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. 24, തിരുവനന്തപുരം. ഷഫീർ മണ്ണാർക്കാട് പറയുന്നു, നിയമസഭയിൽ ഷാഫി പറമ്പിൽ അഭാവം ഫീൽ ചെയ്യുന്നു എന്ന് ഷഫീർ പറയുകയാണ്. തങ്കച്ചൻ ചോദിക്കുന്നു, ഹാഷ്മി ഇടുക്കി ജില്ലാ സമ്മേളനം നടത്തിയാലോ കട്ടപ്പനയിൽ? നമുക്ക് ആലോചിക്കാം. എന്തായാലും ജില്ലാ സമ്മേളനം ഇടുക്കിയിൽ നടത്തണമല്ലോ. അപ്പോൾ ഏത് സ്ഥലത്ത് വേണമെന്നുള്ളത് ആലോചിക്കാം നമുക്ക്.
രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നു. IPC അടക്കമുള്ള 3 നിയമങ്ങൾ ഇതോടെ ഇല്ലാതായി. IPCക്ക് പകരമായി നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത പ്രകാരം ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തു. തെരുവ് കച്ചവടക്കാരനെതിരെ ഡൽഹിയിലെ കമല മാർക്കറ്റ് പോലീസ് സ്റ്റേഷനിലാണ് കേസ്. ഇന്ത്യൻ ശിക്ഷാ നിയമം, ക്രിമിനൽ നടപടിക്രമം, തെളിവ് നിയമം എന്നിവയ്ക്ക് പകരം ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ നിയമം എന്നിവയാണ് പ്രാബല്യത്തിൽ വന്നത്. ഇതോടെ നൂറ്റാണ്ടുകളോളം രാജ്യത്ത് നിലനിന്നിരുന്ന IPC ഉൾപ്പെടെയുള്ള നിയമങ്ങൾ ചരിത്രമായി. പേരുകൾ സംസ്കൃതത്തിലാകുന്നതിനൊപ്പം തന്നെ നിയമങ്ങളിലെ വിവിധ വ്യവസ്ഥകളിലും മാറ്റം വന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 12-നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ നിയമത്തിന്റെ കരട് അവതരിപ്പിച്ചത്. അപാകതകൾ പരിഹരിച്ച് ഡിസംബർ 13-ന് പുതുക്കി അവതരിപ്പിച്ചു. ഡിസംബർ 25-ന് രാഷ്ട്രപതി അംഗീകാരം നൽകി. ബ്രിട്ടീഷ് ഭരണകാലത്തിന്റെ ശേഷിപ്പുകളായിരുന്ന നിയമങ്ങൾക്ക് പകരം ആധുനിക ക്രിമിനൽ നീതി നിർവഹണ സംവിധാനം ഏർപ്പെടുത്തിയതിന്റെ ഭാഗമായാണ് നടപടിയെന്നാണ് കേന്ദ്ര സർക്കാർ വാദം. ഇതുവരെ രജിസ്റ്റർ ചെയ്ത കേസുകളിലെ നടപടികൾ നിലവിലെ വ്യവസ്ഥയനുസരിച്ച് തുടരും. എന്നാൽ കോടതികളിലെ നിലവിലുള്ള അപ്പീലുകളിൽ ഉൾപ്പെടെ പഴയ നിയമപ്രകാരം നടപടികൾ നടക്കുമെന്നിരിക്കെ പുതിയ നിയമം ആശയക്കുഴപ്പമുണ്ടാക്കുമെന്നും വാദമുണ്ട്. 3 നിയമങ്ങളും വിദഗ്ധ സമിതി രൂപീകരിച്ച് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. അതേസമയം ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തു. പ്രധാന റോഡിന് സമീപം വണ്ടിയിൽ നിന്ന് പുകയിലയും വെള്ളവും പങ്കജ് കുമാർ എന്ന കച്ചവടക്കാരൻ വിൽക്കുന്നത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസ്. 24 ഡൽഹി. അപ്പോൾ ഇന്ത്യൻ ശിക്ഷാ നിയമം, ക്രിമിനൽ നടപടിക്രമം, തെളിവ് നിയമം എന്നിവയ്ക്ക് പകരമാണ് ഈ ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവയാണ് പ്രാബല്യത്തിൽ വരുന്നത്. അപ്പോൾ നിയമഭേദഗതികൾക്കെതിരെ പ്രതിപക്ഷവും പൊതുസമൂഹവും കടുത്ത പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. എന്തെല്ലാമാണ് പുതിയ നിയമങ്ങളെ പറ്റിയുള്ള വിമർശനങ്ങൾ എന്നൊന്ന് കാണാം. ഇന്ത്യൻ പീനൽ കോഡ്, ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നിവ പരിഷ്കരിക്കുന്നു എന്ന പേരിലാണ് 2023 ഡിസംബറിൽ ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, സാക്ഷ്യ സംഹിത എന്നിവ പാർലമെന്റ് അംഗീകരിച്ചത്. വിശദമായ ചർച്ചയോ പരിശോധനയോ നിയമത്തെപ്പറ്റി സഭയിൽ നടന്നില്ല. IPCക്ക് പകരമായി വരുന്ന ഭാരതീയ ന്യായ സംഹിതയിൽ നേരത്തെ ഉണ്ടായിരുന്ന 511 വകുപ്പുകൾക്ക് പകരം 358 വകുപ്പുകൾ നിലവിൽ വരും. 484 വകുപ്പുകളുള്ള CRPCക്ക് പകരമായി വരുന്ന ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിൽ ഇനി 531 വകുപ്പുകളുണ്ടാകും. തെളിവ് നിയമത്തിന് പകരമായി വരുന്ന ഭാരതീയ സാക്ഷ്യ സംഹിതയിൽ നേരത്തെ ഉണ്ടായിരുന്ന 167 പകരം 170 വകുപ്പുകളുണ്ടാകും. പരിഷ്കരിച്ച ക്രിമിനൽ നിയമ ഭേദഗതി പോലീസ് രാജ് അടിച്ചേൽപ്പിക്കുന്നതാണെന്നും നിലവിലുള്ള നിയമങ്ങളെ അപരിഷ്കൃതമാക്കുന്നതാണെന്നും വിലയിരുത്തലുണ്ട്. നിയമഭേദഗതിയുടെ പ്രായോഗികത വിലയിരുത്താൻ വിദഗ്ധ സമിതി പരിശോധിക്കണമെന്ന് സുപ്രീം കോടതിയിൽ അഞ്ജലി പട്ടേലും ഛായ മിശ്രയും റിട്ട് ഹർജി നൽകിയിട്ടുമുണ്ട്. നിയമങ്ങൾ ജനാധിപത്യ വിരുദ്ധവും നിർദ്ദയവുമാണെന്നാണ് ബാർ കൗൺസിലിന്റെ വിലയിരുത്തൽ. എന്തെല്ലാമാണ് പുതിയ നിയമങ്ങളും അവയെപ്പറ്റിയുള്ള വിമർശനങ്ങളും എന്ന് നോക്കാം. 2024 ജൂലൈ 1-ന് മുൻപ് ഫയൽ ചെയ്ത ഓരോ പ്രഥമ വിവര റിപ്പോർട്ടിനും പഴയ നിയമമാണ് ബാധകമാവുക. ജൂലൈ 1-ന് ശേഷം ഫയൽ ചെയ്ത FIRകൾക്ക് പുതിയ നിയമമാണ് ബാധകമാവുക. കോടതികൾ പഴയ നിയമവും പുതിയ നിയമവും കൈകാര്യം ചെയ്യാൻ നിർബന്ധിതരാകും. പഴയ നിയമം കുറഞ്ഞത് 20 വർഷമെങ്കിലും തുടരുന്നതായും വരും. രാജ്യദ്രോഹം നിർവചിക്കുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 124A വകുപ്പ് ഇല്ലാതാക്കി. എന്നാൽ ഭാരതീയ ന്യായ സംഹിതയുടെ 152-ാം വകുപ്പായി അത് പ്രത്യക്ഷപ്പെടുന്നു. ഇന്ത്യയുടെ പരമാധികാരത്തെയും ഐക്യത്തെയും അഖണ്ഡതയെയും അപകടപ്പെടുത്തുന്നതടക്കം രാജ്യദ്രോഹമാക്കി മാറ്റിയിട്ടുണ്ട്. ഔദ്യോഗിക നിലപാടിന് വിരുദ്ധമായ നിലപാടുകളെ രാജ്യദ്രോഹമായി വിലയിരുത്താൻ അത് ഇടയാക്കിയേക്കും. നിലവിൽ സംഘടിത കുറ്റകൃത്യങ്ങളും ഭീകരവാദ പ്രവർത്തനങ്ങളും IPCയുടെ കീഴിലല്ല, UAPയുടെ കീഴിലാണ് ഭീകരവാദ പ്രവർത്തനങ്ങളെ പെടുത്തിയിരിക്കുന്നത്. സംഘടിത കുറ്റകൃത്യങ്ങളാകട്ടെ മഹാരാഷ്ട്ര കൺട്രോൾ ഓഫ് ഓർഗനൈസ്ഡ് ക്രൈം ആക്ടിന്റെ കീഴിലാണുള്ളത്. എന്നാൽ ഇപ്പോൾ സംഘടിത കുറ്റകൃത്യവും ഭീകരവാദവും ഭാരതീയ ന്യായ സംഹിതയുടെ കീഴിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമൂലം ഒരേ കുറ്റത്തിന് 2 കുറ്റപത്രങ്ങൾ സമർപ്പിക്കാനാകും. 2 അന്വേഷണ ഏജൻസികൾക്കും കേസ് ഫയൽ ചെയ്യാനുമാകും. പുതിയ നിയമത്തിന്റെ കീഴിൽ രാജ്യത്തെ ഏതൊരു പോലീസ് സ്റ്റേഷനും ഭീകരവാദ കേസുകൾ അന്വേഷിക്കാനും കഴിയും. UAPA കേസുകളിൽ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി ആവശ്യമായിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിന്റെ കീഴിൽ ആ അനുമതി ആവശ്യമില്ല. ഇത് അത്യന്തം അപകടകരമാണ്. 3 മുതൽ 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന എല്ലാ കുറ്റകൃത്യങ്ങളിലും പ്രാഥമിക അന്വേഷണത്തിന് ശേഷം മാത്രമേ FIR രജിസ്റ്റർ ചെയ്യുകയുള്ളൂ. അന്വേഷണം പൂർത്തിയാകുന്നതുവരേക്ക് FIR ഫയൽ ചെയ്യപ്പെടില്ല. ഇത് പോലീസുകാർക്ക് മധ്യസ്ഥ റോൾ കളിക്കാൻ അവസരമൊരുക്കുന്നുവെന്നാണ് വിമർശനം.
വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. നമ്മൾ ഒരിക്കൽ കൂടി മഹാരാഷ്ട്രയിലെ ലോണാവാലയിലേക്ക് ഒന്ന് പോകുന്നു. ലോണാവാലയിലെ ബുഷി അണക്കെട്ടിൽ ഒഴുക്കിൽപ്പെട്ട 4 പേരുടെ മൃതദേഹം കണ്ടെത്തി. ഒരാൾക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ശ്രീനാഥ് ചന്ദ്രൻ തുടരുന്നുണ്ട്. അവിടെ ശ്രീനാഥ് ഒരാൾക്ക് വേണ്ടിയുള്ള തെരച്ചിലിന് വേണ്ടി പരമാവധി മനുഷ്യസാധ്യമായതിൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും ഫലം കാണുന്നുണ്ടോ? ജീവനോടെ രക്ഷപ്പെടുത്താം എന്ന പ്രതീക്ഷയുണ്ടോ ശ്രീനാഥ്? സമയം കൂടി വരികയും ചെയ്യുന്നു. ഹാഷ്മി, ഞാനിപ്പോൾ ഉള്ളത് ഇന്നലെ അപകടം നടന്ന മേഖലയിലാണ്. ഹാഷ്മി, കേൾക്കാം ശ്രീനാഥ് പറഞ്ഞോളൂ. ഹലോ ശ്രീനാഥ്, കേൾക്കാം, പറഞ്ഞോളൂ. മേഖലയിലാണ്. ഇവിടെ ഈ പാറക്കെട്ടിലായിരുന്നു ഇന്നലെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതുപോലെ ഒരു കുടുംബം ഒന്നാകെ കെട്ടിപ്പിടിച്ച് ജീവന് വേണ്ടി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴി നോക്കി വാവിട്ട് കരഞ്ഞുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇന്നലെ ഒരുപക്ഷെ ഇവർ വെള്ളത്തിലേക്ക് ഇറങ്ങിയ സമയത്ത് ഏതാണ്ട് ഇത്രയേ വെള്ളം കാണുമായിരിക്കും, അല്ലെങ്കിൽ ഇതിലും കുറവാവാനേ സാധ്യതയുള്ളൂ. പക്ഷെ പിന്നീട് ഇന്നലെ കണ്ട ദൃശ്യങ്ങളിൽ ഇതായിരുന്നില്ല. മലവെള്ളമാകെ ഈ പ്രദേശത്ത് ഇങ്ങനെ കുത്തി ഒലിച്ചെത്തി ആ കുടുംബം അവിടെയുള്ള ഈ പാറക്കെട്ടിൽ അങ്ങനെ പെട്ടുപോവുകയും പിന്നീട് ഇവിടെ നിന്ന് ആളുകൾ എറിഞ്ഞു കൊടുത്ത കമ്പുകൾ ഇപ്പോൾ അവിടെ കാണാം. അവരെ രക്ഷിക്കാൻ വേണ്ടി സമീപത്തെ മരത്തിൽ നിന്ന് പറിച്ച് എറിഞ്ഞു നൽകിയ കമ്പാണ് അവിടെ കിടക്കുന്നത്. പക്ഷേ അതിലൊന്നും അവരുടെ പിടി കിട്ടിയില്ല. മാത്രമല്ല, ഇവിടെ ഏറ്റവും വേദനിപ്പിക്കുന്ന കുറേ കാഴ്ചകൾ കൂടിയുണ്ട്. ഇവിടെ ഈ വെള്ളത്തിൽ ഇറങ്ങുന്നതിന് മുൻപ് കുട്ടികൾ അഴിച്ചുവെച്ച അവരുടെ കുഞ്ഞ് ചെരുപ്പുകൾ, ഈ കുടുംബം വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അഴിച്ചുവെച്ച ചെരുപ്പുകൾ, ഒപ്പം തന്നെ ഇന്ന് രാവിലെ കിട്ടിയത്, നേരത്തെ നമ്മൾ ആൺകുട്ടിയുടെ മൃതദേഹമാണ് കിട്ടിയതെന്നായിരുന്നു ആദ്യം നമുക്ക് ലഭിച്ച വിവരം. പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നത് മരിയ എന്നുള്ള പെൺകുട്ടിയാണ്. ആ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അഴിച്ചുവെച്ച വസ്ത്രം, ഒരു പാൻറ് അവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. അങ്ങനെ വളരെ വേദനാജനകമായ കാഴ്ചകളാണ്. അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് കിട്ടാനുള്ളത് അദ്നാൻ അൻസാരി എന്ന 4 വയസ്സുകാരനാണ്. നേരത്തെ നമ്മൾ നിന്ന സ്ഥലത്താണ് ഇപ്പോൾ പ്രധാനമായും തിരച്ചിൽ നടത്തുന്നത്. കാരണം അവിടെ വെച്ചാണ് രാവിലെ ഇന്ന് ഒരു മൃതദേഹം കിട്ടിയത്. ആ മേഖലയിലാണ്. അവിടെ തന്നെ ഈ അദ്നാനും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ആ തരത്തിലാണ് നേവിയും മറ്റ് ഇവിടെയുള്ള പ്രാദേശികമായ സുരക്ഷാ സംഘങ്ങളും റെസ്ക്യൂ ഓപ്പറേഷൻ ടീമുകളും മറ്റും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹാഷ്മി, ശ്രീനാഥ് ചന്ദ്രനാണ്. ശ്രീനാഥ് അവിടെ നിൽക്കുമ്പോൾ സൂക്ഷിച്ച് നിൽക്കുക. ശ്രീനാഥ് ചന്ദ്രനാണ് അവിടെ ലോണാവാലയിൽ ഇന്നലെ അപകടമുണ്ടായ ആ സ്ഥലത്ത് നിൽക്കുമായിരുന്നു. നേരത്തെയൊക്കെ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നതിനേക്കാൾ കൂടുതൽ വേദന കാണുന്നുണ്ട്. ഇറങ്ങുമ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഊരി വെച്ച ഷൂ, വസ്ത്രങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. അതിൻ്റെ ദുരന്താവശിഷ്ടം പോലെ കാണുന്നുണ്ട്. ഒരാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ജീവനോടെ രക്ഷിച്ചെടുക്കാൻ കഴിയും എന്നൊക്കെയുള്ള പ്രതീക്ഷ എത്രത്തോളം ഉണ്ട് എന്ന കാര്യം ഇപ്പോഴും സംശയമാണ് എന്ന് പറയുകയാണ് ശ്രീനാഥ്, സമയം കൂടി വരുന്നതുകൊണ്ട്. കാസർഗോഡ് ബോവിക്കാനം AUP സ്കൂളിലെ ക്ലാസ് റൂമിൽ സാമൂഹ്യ വിരുദ്ധർ തീയിട്ടു. നഴ്സറി ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളും കുട്ടികളുടെ കളിക്കോപ്പുകളും കത്തിനശിച്ചു. സ്കൂൾ മാനേജ്മെന്റ് നൽകിയ പരാതിയിൽ ആദൂർ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. രാവിലെ ക്ലാസ്സിലേക്ക് അധ്യാപിക എത്തിയപ്പോഴാണ് ബെഞ്ചും പാഠപുസ്തകങ്ങളും കളിക്കോപ്പുകളും കത്തിനശിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെ ടീച്ചേഴ്സ് ക്ലാസ് തുറക്കാൻ വരുന്ന സമയത്താണ് നമ്മുടെ കുട്ടികളുടെ ഒരുപാട് പുസ്തകങ്ങൾ വാരി വലിച്ചിട്ടിട്ട് മുഴുവൻ തീ കത്തിച്ച നിലയിലാണ് കണ്ടത്. ഇന്ന് രാവിലെ തുറക്കുമ്പോഴത്തേക്കാണ് ഇത് കണ്ടത്. സമാനമായ സംഭവം ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ക്ലാസ് മുറിയുടെ ഗ്രിൽസ് പൊളിച്ചിട്ടുണ്ടായിരുന്നു. സ്കൂൾ ഗ്രൗണ്ടിന്റെ മതിൽ ഒരു ഭാഗം പൊളിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് ഓഫീസും നിരവധി വീടുകളും സമീപത്തുണ്ടെങ്കിലും ഗ്രൗണ്ടിന് എതിർവശത്തായി സ്ഥിതി ചെയ്യുന്ന ക്ലാസ് റൂമുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടില്ല. CCTV ഇല്ലാത്തതിനാൽ സാമൂഹ്യ വിരുദ്ധരുടെ സുരക്ഷിത താവളം കൂടിയാണ് ഇവിടം. മുമ്പുണ്ടായിരുന്നു താഴത്തെ നമ്മളെ UP സ്കൂളിൽ ഇതുപോലെ സംഭവം ഉണ്ടായിരുന്നു. പല പ്രാവശ്യങ്ങളും ഫാനും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചുകൊണ്ടുപോയ സംഭവങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ തീയിട്ട് നശിപ്പിച്ച സംഭവങ്ങളുണ്ടായിരുന്നു. CCTV വേണം, സ്ഥാപിക്കണം. ഇതുപോലുള്ള സാമൂഹിക ദ്രോഹികൾ പ്രശ്നങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പഞ്ചായത്തിനോടും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും എല്ലാവരോടും ഞങ്ങൾ ഇത് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതിക്രമം ചൂണ്ടിക്കാട്ടി സ്കൂൾ മാനേജ്മെന്റ് പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ ആദൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. എന്തായാലും അത് കൃത്യമായ അന്വേഷണം നടക്കട്ടെ. തീരെ പൊടിക്കുഞ്ഞുങ്ങളാണ്. അതുങ്ങളോട് പക കാണിക്കുന്ന ആരായാലും മാതൃകാപരമായ രീതിയിൽ ശിക്ഷ ഉണ്ടാവട്ടെ. കളിക്കാവളയിൽ ക്വാറി ഉടമ ദീപുവിനെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ കേസിൽ 2ാം പ്രതി സുനിൽകുമാർ പിടിയിൽ. 1ാം പ്രതി അമ്പിളിയുടെ സുഹൃത്തായ സുനിൽകുമാറാണ് കൊലപാതകത്തിന്റെ മുഖ്യ സൂത്രധാരൻ. മുംബൈയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. മുഖ്യപ്രതിയെ സഹായിച്ച സുനിൽകുമാറിനെ കളിക്കവള പോലീസ് ഹൊസൂരിൽ നിന്നാണ് പിടികൂടിയത്. 1ാം പ്രതിയായ അമ്പിളിയെ കൊല നടന്ന സ്ഥലത്തെത്തിച്ചതും ആയുധം കൈമാറിയതും സുനിൽകുമാറാണെന്ന് പോലീസ് കണ്ടെത്തി. കൊലപാതകത്തിന്റെ ഗൂഢാലോചന നടത്തിയതും ക്ലോറോഫോം അണപ്പിച്ചതിനു ശേഷം കൊല നടത്താനുള്ള നിർദ്ദേശം നൽകിയതും സുനിൽകുമാറാണെന്നാണ് അമ്പിളിയുടെ മൊഴി. കഴുത്തറക്കാനുള്ള ബ്ലേഡും ഗ്ലൗസും നൽകിയതും സുനിൽകുമാറാണ്. സർജിക്കൽ മെഡിക്കൽ സ്റ്റോറിന്റെ ഉടമയാണ് സുനിൽ. കൊലയ്ക്ക് ശേഷം തന്നെ കൂട്ടിക്കൊണ്ടു പോകാനെത്താമെന്ന് സുനിൽ പറഞ്ഞിരുന്നുവെങ്കിലും വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നുവെന്നും
അമ്പിളി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. സുനിൽകുമാറിനെ പോലീസ് രഹസ്യ കേന്ദ്രത്തിലെത്തിച്ച് ചോദ്യം ചെയ്തു വരികയാണ്. 24 തിരുവനന്തപുരം. ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ കേസാണ്. അപ്പോൾ ആ അറസ്റ്റ് ആ ദുരൂഹതയുടെ ചുരുളഴിക്കാൻ പോലീസിനെ സഹായിക്കും എന്ന് തന്നെ കരുതുകയും ചെയ്യാം. മഴ കോഴിക്കോടിന്റെ മലയോര മേഖലയിൽ ഇടവിട്ടുള്ള ശക്തമായ മഴ തുടരുകയാണ്. വടകര മുക്കാളിയിൽ ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി തകർന്നു. തിക്കൊടി പുറക്കാട് കിണറിടിഞ്ഞു താഴ്ന്നു. രാവിലെ പെയ്ത കനത്ത മഴയിലാണ് മുക്കാളിയിൽ ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി തകർന്ന് റോഡിലേക്ക് മണ്ണ് പതിച്ചത്. വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാതായി. കണ്ണൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കുഞ്ഞിപ്പള്ളി വഴിയും വടകരയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കൈനാട്ടി വഴിയും തിരിച്ചുവിട്ടു. അപകട സാധ്യത നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണെന്ന് നാട്ടുകാർ. രാവിലെ 8 മണിക്ക് നമ്മൾ ഓൾറെഡി ഇതിന്റെ മേലെ ക്രാക്ക് കണ്ടതാണ്. ആ സമയത്ത് നമ്മൾ അറിയിക്കേണ്ട വാഗാടിന്റെ ആൾക്കാരെയും അദാനിന്റെ ആൾക്കാരെയും NHന്റെ ആൾക്കാരെയും വീഡിയോ സഹിതം അയച്ചു കൊടുക്കുകയും അവർ വരാമെന്ന് പറയുകയും ചെയ്യാണ്. ഒരുപാട് ആൾക്കാർ സ്കൂളിൽ പോകുന്ന കുട്ടികൾ, ഓഫീസിൽ പോകുന്ന ആൾക്കാരെല്ലാം പോകുന്ന വഴിയാണ്. എൻ്റെ വീടാണ് ഇതിന്റെ മേലെ ഉള്ളത്. നമ്മളെ വഴിയൊക്കെ ഇപ്പൊ കംപ്ലീറ്റ് പോയിട്ടാണുള്ളത്. ഇതുവരെ ആരും എത്തിയിട്ടില്ല. ഹൈവേ ഇപ്പം ബ്ലോക്ക് ആയിട്ടുള്ള, നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇന്ന് പുലർച്ചെയാണ് തിക്കോടി പുറക്കാട് സ്വദേശിയായ ഷംസുവിന്റെ വീട്ടിലെ കിണർ ഇടിഞ്ഞു താഴ്ന്നത്. വലിയ ശബ്ദം കേട്ടു നോക്കിയപ്പോഴാണ് കിണർ ഇടിഞ്ഞു താഴ്ന്നത് ശ്രദ്ധയിൽപ്പെട്ടതെന്ന് വീട്ടുകാർ. കൊയിലാണ്ടി മൂടാടി പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ റോഡിൽ മാവ് കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചുമാറ്റി. 24 കോഴിക്കോട്. ശ്രീരാജ് കാലിക്കട്ട് പറയുന്നു, കോഴിക്കോട് മലയോര പ്രദേശം നല്ല മഴയാണ്. കോഴിക്കോട് ടൗണിൽ അത്ര ഇല്ല എന്ന് പറയുന്നു. സജീവൻ എടപ്പാൾ പറയുന്നു ഇവിടെയും കനത്ത മഴയാണെന്ന് പറയുന്നത്. പല സ്ഥലങ്ങളിലും നല്ല മഴയുണ്ട് കേട്ടോ. സംസ്ഥാനത്ത് 3 നാൾ കൂടി ശക്തമായ മഴയ്ക്കാണ് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങൾ വെച്ചിരുന്നു. അലക്സ്, ഏതൊക്കെ ജില്ലകളിൽ കനത്ത മഴ, തോരാമഴ പ്രതീക്ഷിക്കണം, ഏതൊക്കെ ജില്ലകളിൽ മിതമായ മഴ പ്രതീക്ഷിക്കണം? അലക്സ്. ഹാഷ്മി, സംസ്ഥാനത്ത് 3 ദിവസം കൂടി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. ഇന്ന് പ്രധാനമായി വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും പ്രവചനമുണ്ട്. 8 ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുണ്ട്. 11 മുതൽ 20 സെന്റിമീറ്റർ വരെ മഴ ഈ ജില്ലകളിൽ ലഭിച്ചേക്കാം എന്നാണ് മുന്നറിയിപ്പ്. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 3 ദിവസം വിവിധയിടങ്ങളിൽ ശക്തമായ മഴയോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയോ ലഭിക്കാൻ സാധ്യതയുണ്ട്. വടക്കൻ കേരളത്തിൽ രൂക്ഷ മഴ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രത വേണം. ഈ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. തീരവുമായി ബന്ധപ്പെട്ട് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് നിലവിൽ തടസ്സമില്ല. പക്ഷേ കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള, തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്നും അറിയിക്കുന്നു. ഹാഷ്മി. ഓക്കെ, അലക്സ് റാം മുഹമ്മദാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ ഭാര്യയുടെ പേരിലുള്ള 10.5 സെന്റ് ഭൂമി ജപ്തി ചെയ്ത് കോടതി. ഭൂമി വിൽക്കാൻ മുൻകൂർ പണം വാങ്ങിയ ശേഷം കരാർ ലംഘിച്ചുവെന്ന പരാതിയിലാണ് നടപടി. മുൻകൂർ വാങ്ങിയ തുക തിരികെ നൽകിയാൽ ജപ്തി ഒഴിവാക്കും. കരാർ ലംഘനം ഉണ്ടായിട്ടില്ലെന്നാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ വിശദീകരണം. 2023 ജൂൺ 22-നാണ് തിരുവനന്തപുരം വഴുതക്കാട് സ്വദേശിയായ ഉമ്മർ ഷെരീഫ് DGPയുടെ ഭാര്യ ഫരീദ ഫാത്തിമയുടെ പേരിലുള്ള സ്ഥലം വാങ്ങാൻ കരാറുണ്ടാക്കിയത്. 10.5 സെന്റ് വസ്തു 74 ലക്ഷം രൂപയ്ക്ക് വാങ്ങാനായിരുന്നു കരാർ. 2 മാസത്തിനകം സ്ഥലം രജിസ്റ്റർ ചെയ്ത് നൽകണമെന്നായിരുന്നു ധാരണ. അഡ്വാൻസായി 30 ലക്ഷം രൂപ DGPക്ക് നൽകി. 25 ലക്ഷം രൂപ ബാങ്ക് മുഖേനയും 5 ലക്ഷം രൂപ പണമായും DGPയുടെ ഓഫീസിലെത്തിച്ചു. എന്നാൽ കൂടുതൽ തുക DGP ആവശ്യപ്പെട്ടതോടെ പരാതിക്കാരൻ ഭൂമിയുടെ ആധാരം കാണണമെന്ന് ആവശ്യപ്പെട്ടു. തുടർന്ന് ഉമ്മർ ഷെരീഫ് നടത്തിയ അന്വേഷണത്തിലാണ് SBI ബാങ്കിൽ 26 ലക്ഷം രൂപയുടെ ബാധ്യത ഈ സ്ഥലത്തിനുണ്ടെന്ന് കണ്ടെത്തിയത്. ഇതോടെ തനിക്ക് സ്ഥലം വേണ്ടെന്നും അഡ്വാൻസ് നൽകിയ തുക തിരിച്ചു വേണമെന്നും DGPയോട് ആവശ്യപ്പെട്ടു. ഈ 30 ലക്ഷം രൂപ കൊടുത്തതിന് ശേഷം വീണ്ടും 25 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. അപ്പോൾ ഒറിജിനൽ ഡോക്യുമെന്റ് കാണണമെന്ന് പറഞ്ഞു. ഒറിജിനൽ ഡോക്യുമെന്റ് കാണിക്കാൻ കൂട്ടാക്കാത്തത് കൊണ്ടാണ് ഞാൻ ആ പർട്ടിക്കുലർ ബാങ്ക് അക്കൗണ്ട് നമ്പർ ട്രേസ് ചെയ്ത് ആ ബ്രാഞ്ചിൽ പോയിട്ട് അന്വേഷിച്ചത്. അപ്പോഴാണ് അറിയുന്നത് അവിടെ 26 ലക്ഷം രൂപയ്ക്ക് പുറത്ത് ലയബിലിറ്റി ഉണ്ട്. അഡ്വാൻസ് പണം തന്ന ശേഷം കരാറുകാരൻ ഭൂമിയിൽ മതിൽ കെട്ടിയെന്നും 3 മാസം കഴിഞ്ഞിട്ടും മുഴുവൻ പണം നൽകാതെ അഡ്വാൻസ് തിരികെ ചോദിച്ചെന്നുമാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ പ്രതികരണം. ഭൂമി വിറ്റിട്ട് പണം നൽകാമെന്ന് അറിയിച്ചുവെന്നും DGP ഇറക്കിയ വിശദീകരണക്കുറിപ്പിൽ പറയുന്നു. എന്നാൽ ഇത് പരാതിക്കാരൻ നിഷേധിച്ചു. ഭൂമിക്ക് ബാധ്യതയില്ലെന്നാണ് കരാറിൽ പറഞ്ഞിരുന്നത്. സ്ഥലത്ത് മതിൽ കെട്ടിയത് DGP അറിയിച്ച ശേഷമാണെന്നും ഉമ്മർ ഷെരീഫ് പറഞ്ഞു. മെയ് 28-നാണ് ഉമ്മർ ഷെരീഫിന്റെ പരാതിയിൽ തിരുവനന്തപുരം അഡീഷണൽ സബ് കോടതി ജപ്തി ഉത്തരവ് ഇറക്കിയത്. അഡ്വാൻസ് തുക പലിശ സഹിതം തിരിച്ചു നൽകിയാൽ ജപ്തി ഒഴിവാക്കാം എന്ന വ്യവസ്ഥയോടെയാണ് കോടതി നടപടി.
24 തിരുവനന്തപുരം. നിയമത്തിന്റെ വഴിക്ക് പോകുന്ന DGP, സംസ്ഥാന DGP വരെ പറയുകയാണ്. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള 2 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളുടെ ഇന്നത്തെ സർവീസ് റദ്ദാക്കി. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ കുറവ് മൂലമാണ് തീരുമാനം. വൈകുന്നേരം 6 മണിക്ക് കരിപ്പൂരിൽ നിന്ന് ഷാർജയിലേക്ക് പോകേണ്ട വിമാനവും രാത്രി 10:10 കരിപ്പൂരിൽ നിന്ന് അബുദാബിയിലേക്ക് പോകേണ്ട വിമാനവുമാണ് റദ്ദാക്കിയത്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പുതുക്കിയ യൂസർ ഫീ പ്രാബല്യത്തിൽ. ആഭ്യന്തര വിദേശയാത്രകൾക്ക് ചെലവേറും. അദാനി ഗ്രൂപ്പ് വിമാനത്താവളം ഏറ്റെടുത്ത ശേഷം ഇതാദ്യമായാണ് യൂസർ ഫീ വർധന. എയർപോർട്ട് എക്കണോമിക് റെഗുലേറ്ററി അതോറിറ്റിയാണ് പുതിയ യൂസർ ഫീ താരിഫ് നിശ്ചയിച്ചത്. വിമാനത്താവളത്തിൽ നിന്ന് പോകുന്നവരും വിമാനത്താവളത്തിലേക്ക് എത്തുന്നവരും പുതുക്കിയ യൂസർ ഫീ നൽകണം. കുതിച്ചുയരുന്ന വിമാന നിരക്കിനൊപ്പം യൂസർ ഫീ കൂടി ഉയർത്തുന്നത് യാത്രക്കാർക്ക് ഇരട്ടപ്രഹരമാണ്. വിമാനത്താവളത്തിൽ നിന്ന് പോകുന്ന ആഭ്യന്തര യാത്രക്കാർക്ക് യൂസർ ഫീ 506 നിന്ന് 770 പുതുക്കി നിശ്ചയിച്ചത്. വിദേശയാത്രക്കാർക്ക് 1069 രൂപയായിരുന്ന യൂസർ ഫീ 1540 രൂപയായി. വിമാനത്താവളത്തിലെത്തുന്ന ആഭ്യന്തര യാത്രക്കാർ യൂസർ ഫീയായി 330 രൂപയും വിദേശയാത്രക്കാർ 660 രൂപയും നൽകണം. എയർപോർട്ട് എക്കണോമിക് റെഗുലേറ്ററി അതോറിറ്റി 2 വർഷം മുൻപ് പുതുക്കേണ്ടിയിരുന്ന നിരക്കാണ് ഇപ്പോൾ പുതുക്കിയത്. 24 തിരുവനന്തപുരം. അതേപോലെ ഒരു വാർത്ത, പ്രമുഖ വിവർത്തകനും സ്വാതന്ത്ര്യ സമര സേനാനിയും ഐക്യകേരള സമരത്തിലെ മുന്നണി പോരാളിയുമായിരുന്ന E.K. ദിവാകരൻ പോറ്റി സ്മാരക ഗ്രാമിക പുരസ്കാരം മാങ്ങാട് രത്നാകരൻ എന്നൊരു വാർത്ത വരുന്നുണ്ട്. മാങ്ങാട് രത്നാകരൻ ഗുരുതുല്യനായ സഹപ്രവർത്തകനാണ്. അപ്പോൾ രത്നാകരൻ എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ പുരസ്കാര ലബ്ധിയിൽ. കൈക്കൂലി കേസിൽ തൊടുപുഴ നഗരസഭാ അധ്യക്ഷനെ നാളെ വിജിലൻസ് ചോദ്യം ചെയ്യും. മുട്ടം വിജിലൻസ് ഓഫീസിൽ ഹാജരാകാൻ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജിന് നോട്ടീസ് നൽകി. 1 ലക്ഷം രൂപ കൈക്കൂലി നൽകാൻ പ്രേരിപ്പിച്ചതിനാണ് ചെയർമാനെതിരെ കേസെടുത്തത്. തൊടുപുഴ നഗരസഭയിൽ ഉൾപ്പെടുന്ന സ്വകാര്യ സ്കൂളിന് ഫിറ്റ്നസ് ലഭിക്കാൻ കൈക്കൂലിയായി ആവശ്യപ്പെട്ടത് 1 ലക്ഷം രൂപയാണ്. നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയർ CT അജിയെ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസ് പിടികൂടുകയും ചെയ്തു. പിന്നാലെയാണ് കൈക്കൂലി നൽകാൻ സ്കൂൾ മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടത് നഗരസഭാ ചെയർമാൻ തന്നെ എന്നറിഞ്ഞത്. തുടർന്ന് നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജിനെ 2ാം പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തു. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് സനീഷ് ജോർജിന് വിജിലൻസ് നോട്ടീസ് നൽകി. നാളെ മുട്ടം വിജിലൻസ് ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. ഇതിനിടെ കൈക്കൂലി ആരോപണത്തിൽ നഗരസഭാ ചെയർമാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട്. 24 ഇടുക്കി. കായംകുളത്ത് ഡിവൈഎഫ്ഐ മുൻ ഏരിയ സെക്രട്ടറിക്കെതിരെ ലൈംഗിക ചൂഷണ പരാതി. നിലവിൽ CPIM പത്തിയൂർ ലോക്കൽ കമ്മിറ്റി അംഗമായ പ്രേംജിത്തിനെതിരെയാണ് പരാതി. കേസ് അട്ടിമറിക്കാൻ നീക്കമെന്ന് പരാതിക്കാരി ആരോപിച്ചു. പരാതി വ്യാജമെന്നാണ് പ്രേംജിത്തിന്റെ പ്രതികരണം. പ്രേംജിത്തിന്റെ അമ്മയുടെ പേരിലുള്ള ധനകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന യുവതിയാണ് പരാതിക്കാരി. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പ്രേംജിത്ത് നിരന്തരം നിർബന്ധിച്ചെന്നും ചൂഷണത്തെ തുടർന്ന് ജോലി ഉപേക്ഷിച്ചെന്നും യുവതി. പിന്നീട് കണക്ക് ശരിയാക്കാൻ എന്ന പേരിൽ സ്ഥാപനത്തിലേക്ക് വിളിച്ചു വരുത്തി തന്നെ പൂട്ടിയിട്ടു. ഇത് ചോദ്യം ചെയ്ത ഭർത്താവിനെ മർദ്ദിച്ചു, കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പരാതിക്കാരി. ഞാൻ 10-ാം തീയതിയാണ് അവിടെ ലാസ്റ്റ് ജോലിക്ക് പോയത്. അന്ന് പുള്ളിക്കാരൻ എന്നെ ലൈംഗികപരമായ കാര്യങ്ങൾക്ക് നിർബന്ധിച്ച് അത് എതിർത്തതിനെ തുടർന്ന് പുള്ളിക്കാരൻ എന്നെ കള്ളക്കേസ് കൊടുക്കുമെന്നും എൻ്റെ വീട്ടുകാരെ എന്നെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഇത് മറ്റാരെങ്കിലോടും പറയുകയോ മറ്റും ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിനെ എന്നെ വെട്ടിക്കൊന്ന് കുറ്റിക്കാട്ടി കൊണ്ട് തള്ളുവെന്നാണ് പറഞ്ഞത്. തന്റെ മൊഴി പോലീസ് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ലെന്നും കേസ് അട്ടിമറിക്കാൻ ശ്രമമെന്നും യുവതി ആരോപിക്കുന്നു. എന്നാൽ യുവതിയുടെ മൊഴി പ്രകാരം തന്നെയാണ് കേസെടുത്തതെന്ന് കരിയിലക്കുളങ്ങര CI വിശദീകരിക്കുന്നു. പ്രേംജിത്തും പരാതിക്കാരിയായ യുവതിയും തമ്മിൽ പണമിടപാട് സംബന്ധിച്ച് തർക്കമുണ്ടായിരുന്നുവെന്നും പോലീസ്. തനിക്കെതിരായ പരാതി വ്യാജമെന്ന് പ്രേംജിത്തും പ്രതികരിച്ചു. 24 ആലപ്പുഴ. പ്രകാശം B ചോദിക്കുന്നു, ഹാഷ്മി 24 ജില്ലാ സമ്മേളനം കണ്ണൂരുണ്ടാവും, എന്നിട്ട് വേണം എല്ലാവരും കാണാമെന്ന് പറയുകയാണ്. അടുത്ത ജില്ലാ സമ്മേളനം കണ്ണൂരാണ്. ഒരു ഡേറ്റും കാര്യങ്ങളും സ്ഥലമൊക്കെ കുറച്ച് അല്പ ദിവസത്തിനകം SKN തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയും. പാലക്കാട് പന്നിയങ്കരയിൽ പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള തീരുമാനം പ്രതിഷേധത്തെ തുടർന്ന് താൽക്കാലികമായി പിൻവലിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമുണ്ടാക്കിയത്. പന്നിയങ്കര ടോൾ ബൂത്തിന് സമീപത്തെ 6 പഞ്ചായത്തുകളിലെ ആളുകൾക്കുള്ള സൗജന്യ യാത്ര ഇന്നു മുതൽ നിർത്തലാക്കാനാണ് ടോൾ കമ്പനി തീരുമാനിച്ചിരുന്നത്. മാസം 340 രൂപ നിരക്ക് നിശ്ചയിച്ചു. ഇന്നലെ രാത്രി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലും ഇന്ന് ജനകീയ വേദിയുടെയും CPIM-ന്റെയും കോൺഗ്രസിന്റെ നേതൃത്വത്തിലും ശക്തമായ പ്രതിഷേധം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ചർച്ച നടത്തി. തുടർന്ന് കരാർ കമ്പനിയുമായി നേരിട്ട് ചർച്ച നടത്തിയ മുൻ MLA CK രാജേന്ദ്രൻ ടോൾ പിരിക്കാനുള്ള തീരുമാനം താൽക്കാലികമായി ഉപേക്ഷിച്ചതായി അറിയിച്ചു. കേന്ദ്ര ഗവൺമെന്റ് എടുക്കേണ്ട ഒരു തീരുമാനം
അവരുടെ വക്താക്കളാരാണോ അവർ ഇടപെട്ട് ചർച്ച ചെയ്ത് രമ്യമായി പരിഹരിക്കുന്നതിന് അവർ മുമ്പോട്ട് വരണം. അതാരാണ് ഒളിഞ്ഞിരുന്ന് ഇവിടെ കുറേ ജീവനക്കാരെ ഇതിലേക്ക് തള്ളിവിട്ട് അവർ ചീത്ത തെറിയേക്കുക, അവർ തല്ലുകൊള്ളുക, ആ അവസ്ഥയിലാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഇതിൻ്റെ ആളുകൾ പുറത്തു വരണം. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കിഴക്കഞ്ചേരി, കണ്ണമ്പ്ര, പുതുക്കോട്, വണ്ടാഴി, പാണഞ്ചേരി പഞ്ചായത്തുകളിലുള്ളവർക്കാണ് സൗജന്യ യാത്ര. RC ബുക്ക് കാണിച്ചാൽ ഈ പഞ്ചായത്തുകളിലുള്ളവർക്ക് സൗജന്യ യാത്ര തുടരാം. ടോൾ പിരിവ് ഏർപ്പെടുത്തിയാൽ ശക്തമായ സമരം തുടരാനാണ് തീരുമാനം. 24 പാലക്കാട്. വയനാട് മാനന്തവാടി വീട്ടുമുറ്റത്ത് കാട്ടാനെത്തി. അരണപ്പാറ സ്വദേശി ഹംസയുടെ വീടിന് മുന്നിലാണ് ഇന്ന് പുലർച്ചെ കാട്ടാനെത്തിയത്. ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ ഹംസയ്ക്ക് നേരെ കാട്ടാന പാഞ്ഞെടുക്കുകയും ചെയ്തു. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ ചേർന്നു. സുർജിത്ത്, ഇത് കാട്ടാന ശല്യമുള്ള മേഖലയാണോ? ആനശല്യമുള്ള മേഖലയാണിത്. അരണപ്പാറ എന്ന് പറയുന്നത് തിരുനെല്ലി ഭാഗത്തുള്ള ഒരു പ്രദേശമാണ് ഈ അരണപ്പാറ എന്ന് പറയുന്നത്. സ്ഥിരം വനവുമായി ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയിൽ എപ്പോഴും ആനശല്യമുള്ള ഒരു ഭൂപ്രദേശമാണ്. ഇവിടെയാണ് ഇന്ന് പുലർച്ചെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഒരു കാട്ടാന എത്തിയത് ഹംസ എന്ന് പറയുന്ന ആളുടെ വീട്ടിലേക്കാണ്, വീടിന് മുൻവശത്തേക്കാണ് എത്തിയത്. അവിടെ വന്നിരുന്ന ബൈക്ക് ആന തകർത്തു. ഈ ആളുകളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പരിഭ്രാന്തി ഉണ്ടായി. ഉടൻ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അതിനുശേഷം ആനയെ വിരട്ടി കാട്ടിലേക്ക് ഓടിക്കുകയാണ് ഉണ്ടായത്. നേരത്തെയും സമാനമായ രീതിയിൽ തന്നെ ഇത്തരം സംഭവങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം സ്ഥിരം ആനകളെ കാണുന്ന, ആനകളുടെ സാന്നിധ്യമുള്ള ഒരു പ്രദേശമാണ്. വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതിനാൽ 4-ാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശമാണ് ഈ അരണപ്പാറ എന്ന് പറയുന്നത്. തിരുനെല്ലി പഞ്ചായത്തിലെ 4-ാം വാർഡാണ് ഈ മേഖല. അവിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഹാഷ്മി. ഓക്കെ, സുർജിത്ത് അയ്യപ്പത്താണ്. അവിടെ നിർത്തിയിട്ടിരുന്നൊരു ബൈക്ക് തകർക്കുകയും ചെയ്തു. പത്തനംതിട്ട തിരുവല്ലയിൽ പീഡനക്കേസ് ഉൾപ്പെട്ട ലോക്കൽ കമ്മിറ്റി അംഗം സിസി സജിമോനെതിരെയുള്ള ആരോപണങ്ങൾ തള്ളി യുവതി. രാഷ്ട്രീയ വിവാദത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കുകയാണ്, കുഞ്ഞ് സജിമോൻ്റേതല്ല എന്നും യുവതി 24നോട് പറഞ്ഞു. CPIM സംസ്ഥാന സെക്രട്ടറിയെ നേരിട്ട് കണ്ട് വിവരങ്ങൾ ധരിപ്പിച്ചുവെന്നും യുവതി പറഞ്ഞു. എന്റെ കുഞ്ഞാണ്. നിങ്ങൾ എന്റെ കുഞ്ഞ്, എനിക്ക് എന്റെ ഭർത്താവ് നിലവിലുണ്ട്. എന്റെ ഭർത്താവ് മരിച്ചു പോയിട്ടില്ല. എന്റെ ഭർത്താവ് എന്റെ കൂടെ ഉണ്ട്. എന്നെ അന്ന് പാർട്ടിയിൽ ഉണ്ടായിരുന്ന സമയം മുതൽ ഞാനുമായിട്ട് സഹകരിച്ച വ്യക്തികൾ ഇന്നും കാണുമ്പോൾ കണ്ടാ വിളിക്കും, ചിരിക്കും, സംസാരിക്കുമ്പോൾ. പക്ഷെ അവരതൊക്കെ വിഷയങ്ങളാക്കി എടുത്ത് മാറ്റുന്നു എന്നുള്ളത് പിന്നീടാണ് നമ്മൾ അറിയുന്നത്. പിന്നെ തീർച്ചയായിട്ടും എനിക്ക് ജീവിക്കണ്ടായോ, എനിക്കും എന്റെ കുഞ്ഞുങ്ങളും ജീവിക്കണം. മനസ്സിലായോ? അപ്പൊ ഞാൻ എന്നെ ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും. അതുപോലത്തെ അവസ്ഥയിൽ എന്നെ ഇങ്ങനെ കൊണ്ടെത്തിക്കരുത്. പാർട്ടി നേതൃത്വത്തിലും പിന്നെ പോലീസ് മേധാവിക്കും ഒക്കെ ഞാൻ പരാതി കത്തെഴുതി കൊടുത്തിരുന്നു. എനിക്ക് പരാതിയില്ല. പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സനൽകുമാറിനെതിരെയും ഗുരുതര ആരോപണങ്ങൾ യുവതി ഉന്നയിക്കുകയാണ്. സനൽകുമാറും പരാതി നൽകിയ തന്റെ സഹോദരനും സുഹൃത്തുക്കളാണെന്നും അവർ രണ്ടുപേരുമാണ് ഇതിന് പിന്നിലെന്ന് സംശയിക്കുന്നതായും യുവതി ആരോപിക്കുന്നു. പാർട്ടി സഹോദരൻ ഒത്തിരി കൂട്ടുകാരുണ്ട്. അത് സജിമോന്റെ ശത്രുക്കളായിരിക്കും, മിത്രങ്ങളായിരിക്കും. അവരെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. കാരണം ഇന്നത്തെ ശത്രു നാളത്തെ മിത്രമാണ്. അതുകൊണ്ട് സഹോദരൻ ആരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് ചെയ്യുന്നതിന് അതിനെക്കുറിച്ച് എനിക്ക് ക്ലാരിഫൈ ചെയ്യാൻ അറിയില്ല. കാരണം എനിക്ക് ബന്ധമില്ല, ഇതിലൊന്നും എനിക്ക് പരാതിയുമില്ല. പിന്നെ സഹോദരനെ കുറച്ച് കൂട്ടുകാരുണ്ട്. അത് സജിമോനുമായിട്ടുള്ള എതിർ പാർട്ടികളാണോ ആരോ എന്തോ എനിക്ക് അവരോട് വ്യക്തമായിട്ട് അറിയില്ല. സുനിൽകുമാർ അതെ അവരൊക്കെ എന്റെ സഹോദരന്റെ ഫ്രണ്ട്സ് ആണ്. മനസ്സിലായി? അത് നേരത്തെ നോട്ടെ. പക്ഷെ ഇപ്പൊ എന്റെ സഹോദരനോ ഞാനോ ഒന്നും പാർട്ടി മെമ്പേഴ്സ് അല്ല. ശ്രീകുമാർ ആ വാർത്തയോട് വരുമ്പോൾ ശ്രീത്ത്, ഈ സജിമോനെ തിരിച്ചെടുത്തതിൽ വലിയ വിമർശനങ്ങളൊക്കെ ഉയരുന്ന, പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ എന്തായാലും സജിമോന്റെ ഭാഗം സേഫാക്കി എന്നുള്ളതല്ലേ ആ അതിജീവിതയുടെ ശബ്ദ സന്ദേശത്തിൽ നിന്ന് വ്യക്തമാകുന്നത്? ശ്രീത്ത്, അതിനപ്പുറത്തേക്ക് ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം, പാർട്ടിയുടെ ഔദ്യോഗിക വിഭാഗം കൃത്യമായ രീതിയിൽ സജിമോനോടൊപ്പം നിൽക്കുന്നു. അല്ലെങ്കിൽ ആ ചുമത്ര മേഖലയിലെ ഒരു തിരുവല്ല ലോക്കൽ കമ്മിറ്റി, നോർത്ത് ലോക്കൽ കമ്മിറ്റി ഒരു വിഭാഗം പൂർണ്ണമായി സജിമോന്റെ കയ്യിൽ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് നമ്മൾ നേരത്തെ തന്നെ കണ്ടാണ്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ, സജിമോനെ പുറത്താക്കിയ യോഗം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ വന്ന സമയത്ത് തന്നെ 100-ലധികം വരുന്ന സ്ത്രീകളടക്കമുള്ള ആളുകളാണ് നിങ്ങൾ ചെയ്തത് തെറ്റാണ്, സജിമോനെ പുറത്താക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിന് മുൻവശത്തേക്ക് വരെ വരുന്നൊരു സാഹചര്യമുണ്ടായി. എന്തായാലും ഇപ്പോൾ അതിജീവിത കൂടി ഇത് പൂർണ്ണമായി തള്ളുകയാണ്. കുഞ്ഞ് തൻ്റേതാണ്, സജിമോൻ്റേതല്ല എന്നാണ് അതിജീവിത പറയുന്നത്. രാഷ്ട്രീയ വിവാദത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കുന്നു. ഇത് കൂടാതെ പത്തനംതിട്ടയിലെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കേരള ബാങ്ക് ഡയറക്ടറും ഒക്കെയായ അഡ്വക്കേറ്റ് സനൽകുമാറിനെതിരെയും ഗുരുതരമായ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. തന്റെ സഹോദരൻ സാബു ജോൺസണും സനൽകുമാറും സുഹൃത്തുക്കളാണ്. സജിമോന് എതിരാണ് ഇവർ രണ്ടുപേരും.
ഈ പരാതി താൻ ഒരു ഘട്ടത്തിൽ പോലും കൊടുത്തില്ല, താൻ എവിടെയും മൊഴി കൊടുത്തില്ല. സംസ്ഥാന പോലീസ് മേധാവിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പാർട്ടി നേതൃത്വത്തിനുമൊക്കെ തനിക്ക് ഒരു പരാതിയുമില്ല എന്ന് പറഞ്ഞിരുന്നു. ഏറ്റവും ഒടുവിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ നേരിൽ കണ്ട് ഈ കുഞ്ഞ് തൻ്റേതാണ്, അല്ലാതെ സജിമോൻ്റേതല്ല, തനിക്കൊരു ഭർത്താവുണ്ട്, തന്നെ ഈ രാഷ്ട്രീയ വിവാദത്തിലേക്ക് വലിച്ചഴിക്കരുതെന്ന് നേരിൽ കണ്ട് പറഞ്ഞിരുന്നു. അതിനുശേഷവും വീണ്ടും സജിമോനെ തകർക്കാനായി തൻ്റെ പേര് കൂടി ഉപയോഗിക്കുകയാണെന്ന് അതിജീവിത പറഞ്ഞു വെക്കുമ്പോൾ കൃത്യമായ രീതിയിലുള്ളൊരു വിഭാഗീയത ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകും. കൃത്യമായ രാഷ്ട്രീയമായി ഈ വിഷയത്തെ ഒരു വിഭാഗം ഉപയോഗിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആദ്യ പ്രതികരണമാണ് അതിജീവിത നടത്തിയിരിക്കുന്നത്. പാർട്ടി സെക്രട്ടറിയെ നേരിൽ കണ്ട് സംസാരിച്ചതിനു ശേഷം ആദ്യ പ്രതികരണം അതിജീവിത 24നോട് നടത്തിയിരിക്കുന്നു. സജിമോന്റെ കുഞ്ഞല്ല, സജിമോനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു കാരണവശാലും സജിമോനെ ക്രൂശിക്കാൻ അനുവദിക്കില്ല എന്നാണ് അതിജീവിത പറയുന്നത്. എന്തായാലും തുടർ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അതിജീവിത നമ്മളോട് വ്യക്തമാക്കുന്നത്. എന്തായാലും സജിമോന്റെ കൂടെ നിൽക്കുന്നവർ എന്തായാലും സജിമോന്റെ ഭാഗം പാർട്ടിയിൽ തിരിച്ചെടുത്തതിലുള്ള വിമർശനം നേരിടാൻ സജ്ജമാണ് എന്ന് തന്നെയാണ് ശബ്ദരേഖ വ്യക്തമാക്കുന്നത്. 2020 ലോകകപ്പ് വിജയിച്ച ഇന്ത്യൻ ടീമിന് നാട്ടിലേക്കുള്ള യാത്ര കുറച്ച് വൈകുകയാണ്. ബെറിൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് ബാർബഡോസ് വിമാനത്താവളം അടച്ചതാണ് തിരിച്ചടി. പ്രദേശത്ത് കർഫ്യൂ പ്രഖ്യാപിച്ചത് ഇന്ത്യൻ ടീം താമസിക്കുന്ന ഹോട്ടലിന്റെ പ്രവർത്തനങ്ങളെയും താളം തെറ്റിക്കുകയാണ്. ലോക കിരീടവുമായി എത്രയും വേഗം നാട്ടിലെത്താനുള്ള ആവേശത്തിലായിരുന്നു ടീം ഇന്ത്യ. ബാർബഡോസിൽ നിന്ന് ന്യൂയോർക്കിലേക്കും അവിടെ നിന്ന് ദുബായ് വഴി ഡൽഹിയിലേക്കും എന്നതായിരുന്നു ഇന്ത്യൻ ടീമിന്റെ യാത്രാ പദ്ധതി. എന്നാൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ രൂപം കൊണ്ട ബെറിൽ ചുഴലിക്കാറ്റ് തിരിച്ചടിയായി. കാറ്റഗറി 4 പെടുന്ന ബെറിൽ ചുഴലിക്കാറ്റ് അങ്ങേയറ്റം അപകടകാരി. ബാർബഡോസിലും സമീപ പ്രദേശങ്ങളിലും കർഫ്യൂ പ്രഖ്യാപിച്ചതോടെ വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കി. ഇതോടെ ഇന്ത്യൻ ടീമും കുടുംബാംഗങ്ങളും BCCI ഒഫീഷ്യൽസുമെല്ലാം ഹോട്ടലിൽ കുടുങ്ങിയിരിക്കുകയാണ്. കർഫ്യൂ മൂലം ഹോട്ടലിലെ ജീവനക്കാരുടെ കുറവുണ്ടെന്നും ഇത് ടീമിനുള്ള സേവനങ്ങളെ സാരമായി ബാധിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ടീം സുരക്ഷിതമെന്നും എല്ലാവരെയും നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണെന്നും BCCI അറിയിച്ചു. ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ടീമിനെ നേരിട്ട് ഡൽഹിയിലെത്തിക്കാനാണ് BCCI പദ്ധതി. മടങ്ങിയെത്തിയാൽ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയും റോഡ് ഷോയുമെല്ലാം ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. സ്പോർട്സ് ഡെസ്ക് 24. ഇനി കാൽപന്തോളം. കോയറോൺ മാട്രസസ് യൂറോ കോപ്പ കാൽപന്തോളം സമർപ്പിക്കുന്നത് കോയറോൺ മാട്രസസ്. സ്ലീപ് ബെറ്റർ, ലിവ് ബെറ്റർ. യൂറോ കപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ ഇന്ന് ഫ്രാൻസ് ബെൽജിയം സൂപ്പർ പോരാട്ടം. ക്വാർട്ടർ ലക്ഷ്യമിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലും ഇന്നിറങ്ങും. യൂറോ കപ്പിന്റെ അവസാന 8-ൽ ഇടം പിടിക്കാൻ മരണപ്പോരിന് ഫ്രാൻസും ബെൽജിയവും. ക്വാർട്ടറിലേക്ക് മുന്നേറണമെങ്കിൽ ഗ്രൂപ്പ് റൗണ്ടിലെ കളി പോരാ ഇരു കൂട്ടർക്കും. സമ്പൂർണ്ണ ജയം നേടുമെന്ന് പ്രതീക്ഷിച്ച രണ്ട് ടീമും 2ാം സ്ഥാനക്കാരായാണ് കടന്നുകൂടിയത്. ഓസ്ട്രിയയോട് സെൽഫ് ഗോളിൽ രക്ഷപ്പെട്ട ഫ്രാൻസ് നെതർലാൻഡ്സിനോടും പോളണ്ടിനോടും സമനില വഴങ്ങി. സ്ലോവാക്യയോട് ഞെട്ടിക്കുന്ന തോൽവി വഴങ്ങിയ ബെൽജിയം റുമേനിയയോട് ജയിച്ചെങ്കിലും യുക്രൈനോട് സമനില വഴങ്ങി വീണ്ടും നിരാശപ്പെടുത്തി. ഫിനിഷിംഗിലെ പോരായ്മയാണ് രണ്ടു കൂട്ടരെയും വലയ്ക്കുന്നത്. ഇക്കളിയിൽ ഉന്നം പിഴച്ചാൽ പെട്ടിമടക്കാം. രാത്രി 9:30-ക്കാണ് ഈ മത്സരം. രാത്രി 12:30-ക്ക് നടക്കുന്ന മത്സരത്തിൽ പോർച്ചുഗലിന്റെ എതിരാളികൾ സ്ലൊവേനിയ. ഗ്രൂപ്പ് റൗണ്ടിലെ അവസാന മത്സരത്തിൽ ജോർജിയയോടേറ്റ തോൽവിയുടെ ഞെട്ടലിലാണ് പറങ്കികൾ. ബ്രൂണോ ഫെർണാണ്ടസും ബെർണാഡോ സിൽവയും വിറ്റനിയുമെല്ലാം ആദ്യ 11-ൽ തിരിച്ചെത്തുമ്പോൾ വിജയവും കൂടെ പോരുമെന്നാണ് കോച്ച് റോബർട്ടോ മാർട്ടിനസിന്റെ പ്രതീക്ഷ. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആദ്യ ഗോളിനായി താരത്തിന്റെ ആരാധകരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. സ്പോർട്സ് ഡെസ്ക് 24. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ ഉച്ചവാർത്ത യാത്ര തൽക്കാലം പൂർണ്ണമാവുകയാണ്.